നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ ആൻഡ് പോളിനോമിയൽ. അതിൽ മോണോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സ്പ്രഷൻ വിത്ത് ഓൺലി വൺ ടേം, ഒരു ടേം മാത്രം. അതായത് ഇപ്പോൾ 6xy, 7m, 2x², ഇതിലേക്ക് എത്രയാണ്? ഒരു ടേം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ടേം മാത്രമേ ഉള്ളതിനെ നമ്മൾ മോണോമിയൽ എന്ന് പറയും. നെക്സ്റ്റ് ബൈനോമിയൽ, ആൻ എക്സ്പ്രഷൻ വിത്ത് 2 അൺലൈക്ക് ടേംസ്, ഒരുപോലെ അല്ലാത്ത 2 ടേംസ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യണതാണ് ബൈനോമിയൽ. അതായത് 1x 1y ആയിരിക്കും. 2x വരാൻ പാടില്ല, പക്ഷേ 1x 1y, 2 അൺലൈക്ക് ടേംസ് ആണ്, 1x 1y. എക്സും വന്നാൽ അത് ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ 2 അൺലൈക്ക് ടേംസ്, ഒരുപോലെ അല്ലാത്ത 2 ടേംസ് വെച്ച് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബൈനോമിയൽ എന്ന് പറയുന്നത്. a² + b² xy + 4 ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് 3 ടേംസ്, 3 ടേംസ്, x, y, 8, x + y + 8, ab + a + b, അങ്ങനെ 3 ടേംസ് വരുന്നത് ട്രൈനോമിയൽ. ദെൻ പോളിനോമിയൽ എന്താണ്? ഒന്നോ അതിലധികമോ ടേംസ് വെച്ച് എക്സ്പ്രസ് ചെയ്യണതിനെയാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും ഒക്കെ എന്താണ്? പോളിനോമിയലാണ്. ദെൻ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്രഷൻസ്, അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഇത് ബൈനോമിയലാണോ, മോണോമിയലാണോ, ട്രൈനോമിയലാണോ എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിൽ 4y - 7z 2 ടേംസാണ്, രണ്ടും അൺലൈക്ക് ടേംസാണ്. അപ്പോൾ ഇതെന്താണ്? ബൈനോമിയലാണ്. ഇതിനകത്ത് ഒരു ടേമേ ഉള്ളൂ, അപ്പോൾ ഇതെന്താണ്? മോണോമിയലാണ്. ഇതിനകത്ത് 3 ടേം ഉണ്ട്, അപ്പോൾ ഇത് ട്രൈനോമിയലാണ്. ഇതൊരു ടേം ഉള്ളൂ, അപ്പോൾ അതെന്താണ്? മോണോമിയലാണ്. ഇതെന്താണ്? ട്രൈനോമിയലാണ്. നെക്സ്റ്റ് ഇത് ബൈനോമിയലാണ്. ഇതും എന്താണ്? ബൈനോമിയലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.